ഗുരുഭ്യോ നമഃ. ഹരി ഓം. സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങളിൽ ധർമാചരണവും അതുപോലെ പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയെ പൂജിക്കുക എന്നുള്ളതും പ്രധാനമായിട്ടുള്ളതാണ്. അതിൽ പഞ്ചമഹായജ്ഞങ്ങൾ എന്നൊരു കൺസെപ്റ്റ് സനാതനധർമ്മത്തിലുണ്ട്. സനാതനധർമ്മത്തിൻ്റെ നിത്യ ആചരണങ്ങളിൽ പെടുന്ന പ്രധാനമായ ഒരു അനുഷ്ഠാനമാണ് ഈ പഞ്ചമഹായജ്ഞങ്ങൾ എന്നുള്ളത്. അതിൽ ദേവയജ്ഞം, പിതൃയജ്ഞം, ഋഷിയജ്ഞം, അതിഥിസേവ, ഭൂതയജ്ഞം, ഇവയാണ് ഈ പഞ്ചമഹായജ്ഞങ്ങളെന്ന് പറയുന്നത്. ഇതിൽ ദേവാദികളുടെ പൂജനവും മറ്റും പ്രസിദ്ധമാണ്. അതിഥി ദേവോ ഭവ എന്ന് അതിഥിയെ പൂജിക്കുന്നതും പ്രസിദ്ധമാണ്. പക്ഷേ അവസാനമായി പറഞ്ഞ ഈ ഭൂതയജ്ഞം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള പ്രാണികൾക്ക് അന്നം കൊടുക്കുക, അവരുടെ ജീവിതത്തിന് വേണ്ട സഹായം നമ്മളാൽ ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക, അഹിംസാപരമായി തന്നെ അവരോട് പെരുമാറുക, നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ജീവിതം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന ആശയം പറയുന്ന ലോകത്തുള്ള ഏറ്റവും വലിയ ഒരു മതമാണ് ഹിന്ദു മതം, സനാതനധർമ്മം. ആ ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാം, നമ്മുടെ സനാതനധർമ്മത്തിലെ എല്ലാ സമ്പ്രദായങ്ങളിലും, അത് ഭാരതത്തിലുടനീളം അഖണ്ഡ ഭാരതമായിരുന്ന ഇപ്പോൾ ഭാരതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള അഖണ്ഡ ഭാരതത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സാമാന്യ ആചാര രീതി എന്ന് പറയുന്നത് മറ്റു പ്രാണികളുടെ ഈ പറയുന്ന സഹയോഗിത്വം, പരസ്പര സംയോഗിത്വമൊക്കെ ചേർത്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിൽ നമ്മളിപ്പോൾ ഇന്ന് കാണുന്നത് സാധാരണ ആൾക്കാർ ഇപ്പോൾ വീട്ടിൽ പട്ടികളെ വളർത്തുന്നു, പൂച്ചകളെ വളർത്തുന്നവരുണ്ട്, പെറ്റായിട്ട് ചിലപ്പോൾ കിളികളെയോ ഒക്കെ വളർത്തുന്നുണ്ട്. പക്ഷേ ഇതിലുള്ള ഒരു സവിശേഷത, ഈ പെറ്റ് രൂപത്തിൽ വളർത്തുക എന്നല്ല ഈ ഭൂതയജ്ഞം കൊണ്ട് അല്ലെങ്കിൽ പ്രാണികളെ സഹായിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജീവികളെ വളർത്താം, നമ്മുടെ ഒരു സൗകര്യത്തിനും സുഖത്തിനും അല്ല ആനന്ദത്തിനും ഒക്കെ ആയിട്ട് വളർത്തുന്നുണ്ട്. പക്ഷേ അതിലും വ്യത്യസ്തമായ, അതിൽ വ്യാപകമായ ഒരു ദൃഷ്ടിയാണ്. കാരണം പലപ്പോഴും ഈ ജീവികളെ നമ്മൾ വളർത്തുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, പെറ്റുകളൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചാണ് വളർത്താറ്. അവർക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷെ നമ്മുടെ ധർമ്മം പറയുന്നത് അവരുടെ സൗകര്യം, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ക്രമം കൂടി നമ്മൾ ചിന്തിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പറയുന്നത് ഇത്രയും വ്യാപകമായ ഒരു ദർശനം സനാതനധർമ്മത്തിലുണ്ട്. അതിൽ ഈ ജീവികളെ ഭൂതയജ്ഞം ചെയ്തുകൊണ്ട് സഹായിക്കുക എന്നുള്ള ആ ഒരു അഹിംസയുടെ ആ ഭാവത്തിൽ ഏറ്റവും പ്രധാനമായിട്ട്, പുണ്യകാര്യമായിട്ട്, മറ്റ് യജ്ഞങ്ങളോട് ഒപ്പം തന്നെ അത്രയും വലിയ കാര്യമായിട്ട്, പല പാപങ്ങൾക്കും പ്രായശ്ചിത്തമായിട്ട്, നമ്മുടെ കഷ്ടതകൾക്കൊക്കെ പരിഹാരമായിട്ട് ഒക്കെ പറയുന്ന ഒരു വലിയ ധർമ്മമാണ്, വലിയൊരു ഭൂതയജ്ഞമാണ്, ഒരു പ്രാണിസേവയാണ് ഗോസേവ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയത, ഇന്നിപ്പോൾ ഗോസേവയെക്കുറിച്ച് പറയുമ്പോൾ പശുവിനെ ഒരു ജീവിയായിട്ട്, മറ്റ് ജീവികളെപ്പോലെ ഒരു ജീവിയായിട്ട് കാണുന്നു. പക്ഷെ നമ്മുടെ വേദം മുതൽക്ക് ഇങ്ങനെയല്ല ഗോസേവയെ കണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ പറഞ്ഞാൽ സനാതനധർമ്മത്തിലെ ഒരു ആചാരവും ഒരു നിയമവും ഗോസേവ ഇല്ലാതെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ വേദത്തിൽ നോക്കിയാൽ, വേദത്തിലെ യജ്ഞങ്ങളാണ് വേദത്തിലെ പ്രധാനമായിട്ടുള്ളത്. വേദത്തിലെ 1,00,000 മന്ത്രങ്ങളുണ്ടെങ്കിൽ അതിൽ 80,000 മന്ത്രങ്ങളും 80,000 സൂക്തങ്ങളും യജ്ഞസംബന്ധമായിട്ടുള്ള വിധികളാണ്. അതായത് വേദത്തിൻ്റെ 80% നമുക്ക് പറയാം പൂർണ്ണമായിട്ടും യജ്ഞസംബന്ധിയായിട്ടുള്ളതാണ്. അപ്പോൾ ആ യജ്ഞങ്ങളിൽ തന്നെ
എല്ലാ യജ്ഞങ്ങളും, പറയാവുന്ന എല്ലാ യജ്ഞങ്ങളും ഗൃഹസ്ഥരാൽ അനുഷ്ഠിക്കേണ്ടതാണ്. ബ്രഹ്മചാരിക്കൊക്കെ ചെറിയ കർമ്മങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും വേദത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ യജ്ഞങ്ങൾക്കും ആ യജ്ഞങ്ങളുടെ മുഖ്യമായിട്ടുള്ള ഹവിസായിട്ട് ഉപയോഗിക്കുന്നത് ഗോഘൃതമാണ്, പശുവിൻ്റെ നെയ്യാണ്. പശുവിൻ്റെ നെയ്യില്ലാതെ ഒരു യജ്ഞവും ഇല്ല. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ യജ്ഞത്തിൽ വേണ്ട സാധനങ്ങളെക്കുറിച്ച് നോക്കിയാൽ അതിൽ പഞ്ചഗവ്യം ആവശ്യമാണ്. പഞ്ചഗവ്യം എന്ന് പറയുമ്പോൾ പശുവിൽ നിന്ന് എടുക്കുന്ന 5 ദ്രവ്യങ്ങൾ, ആ 5 ദ്രവ്യങ്ങൾ കൊണ്ട് അവിടെ അത് 5 ദ്രവ്യങ്ങളുടെ മാത്രം എത്ര വേണമെന്നൊക്കെ നിശ്ചയമുണ്ട്. അപ്പോൾ ഗോമയം, ഗോമൂത്രം തുടങ്ങിയ 5 ദ്രവ്യങ്ങളെടുത്ത് ആ 5 ദ്രവ്യങ്ങളുടെ പ്രയോഗം ചെയ്താണ് യാഗശാല ശുദ്ധീകരിക്കുന്നത്. യജ്ഞത്തിൽ യജമാനായിരിക്കുന്ന ആളെ ശുദ്ധീകരിക്കുന്ന, അയാളുടെ ബാഹ്യവും ആന്തരികവുമായ ആ വ്യക്തിയെ ശുദ്ധീകരിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞ് യജ്ഞഭൂമിയെ, യജ്ഞമണ്ഡപത്തെ എല്ലാം ശുദ്ധീകരിക്കുന്നത് ഈ പഞ്ചഗവ്യം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് തുടങ്ങി, ആ ഒരു ശുദ്ധീകരണ പ്രക്രിയയിൽ നിന്ന് തുടങ്ങി പിന്നെ ഹവിസായിട്ട് പാൽ ഉപയോഗിക്കുന്നു, നെയ്യ് ഉപയോഗിക്കുന്നു, വെണ്ണ ഉപയോഗിക്കുന്നു, തൈര് ഉപയോഗിക്കുന്നു. ഇതെല്ലാം അതിൻ്റെ തന്നെ ഭാഗങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതെങ്ങനെ വേണം, എടുക്കേണ്ടത് എങ്ങനെയെന്നുള്ള ക്രമമൊക്കെ ഉണ്ട്. അത്രയും പവിത്രതയോടുകൂടിയാണ് അത് ചെയ്തിരുന്നത്. അവിടുന്ന് തുടങ്ങിയാൽ, ഇപ്പോൾ നമ്മൾ ധർമ്മഗ്രന്ഥങ്ങളിൽ നോക്കുകയാണ്, സ്മൃതികളിൽ നോക്കിയാൽ ഈ കർമ്മത്തിൻ്റെ ഒക്കെ വിസ്താരം നമുക്ക് സ്മൃതികളിലും ശ്രുതികളിലും കാണാം. പുരാണങ്ങളിലാകട്ടെ കഥകൾ അനേകമുണ്ട്. അപ്പോൾ പുരാണങ്ങളൊക്കെ പറയുന്നത് പശുവിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുമ്പോൾ ഗോമാതാവ് ഭൂമി മാതാവിനെ പോലെ, നമ്മുടെ സ്വന്തം പെറ്റു വളർത്തിയ മാതാവിനെ പോലെ തന്നെ മാതാവാണ്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ആയുർവേദത്തിലൊക്കെ വ്യക്തമായി പറയുന്ന കാര്യമാണ്, നമുക്കറിയാവുന്നതാണ്. ആ കുട്ടിക്ക് പെറ്റമ്മയുടെ മുലപ്പാൽ കിട്ടിയില്ല എങ്കിൽ രണ്ടാമത് മുലപ്പാലിന് പകരമായിട്ട് കൊടുക്കാവുന്നത് പശുവിൻ്റെ പാലാണ്. കാരണം അമ്മയുടെ മുലപ്പാലിൻ്റെ അതേ ഗുണങ്ങളാണ് പശുവിൻ്റെ മുലപ്പാലിനും ഉള്ളത് എന്ന് ഇവിടെ ഇപ്പോൾ ശാസ്ത്രം കൊണ്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ശാസ്ത്രീയ സംബന്ധവും അവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്ന് കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം അവർ പശുവിനെ വളർത്തേണ്ടതും അതിനെ സംരക്ഷിക്കേണ്ടതും പൂജിക്കേണ്ടതിനും കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പശുവിൻ്റെ ശരീരത്തിൽ എല്ലാ ദേവന്മാരുടെയും നിവാസമുണ്ടെന്നും ഓരോ ഭാഗത്ത് ഏതേത് ദേവന്മാരാണെന്നും ഒക്കെ ശാസ്ത്രത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ദർശിക്കുന്നതും സ്പർശിക്കുന്നതും ഒക്കെ പശുവിൽ നിന്നാണെന്നുള്ളത്. പിന്നെ ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ സംസ്കാരത്തെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ, നമ്മുടെ സംസ്കാരത്തിലെ വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ, ജീവിത വ്യവസ്ഥയിൽ പറയുമ്പോൾ ഈ നിയമങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ പശുവിനെ വളർത്തേണ്ടത് എങ്ങനെ, അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയായിരിക്കണം, അതിൽ അന്നതുള്ള സ്മൃതികളിൽ തന്നെ, ധർമ്മശാസ്ത്രങ്ങളിൽ തന്നെ, ഇപ്പോൾ മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, പരാശര സ്മൃതി തുടങ്ങിയിട്ടുള്ള സ്മൃതികളിലും മഹാഭാരതത്തിൽ ഒക്കെ തന്നെ പശുക്കളെ വളർത്തേണ്ട രീതിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിന് മൂക്ക് കയറിടാൻ പാടില്ല എന്നുള്ളത് ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമുക്കിപ്പോൾ കേരളത്തിൽ, തമിഴ്നാട്ടിലൊക്കെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്, പശുവിന് മൂക്ക് കയറിടുക. അപ്പോൾ ഈ പശുവിന് മൂക്ക് കയറിടാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ പാപമാണെന്ന് പറയുന്നുണ്ട്. അതിന് അന്നത്തെ കാലത്ത് രാജാക്കന്മാർ ശിക്ഷ കൽപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചാലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ എന്താണോ വലിയ ശിക്ഷ, വലിയ ദണ്ഡം നീതി അനുസരിച്ച് കൊടുക്കുന്നത്, നിയമം അനുസരിച്ച് ചെയ്യുന്നത്, അതുപോലെ അന്ന് പശുവിന് മൂക്ക് ഇടുന്ന ആളിന് ജയിലിലേക്ക് അയക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ പശുവിനെ ഉപദ്രവിക്കുന്നവരുടെ കൈ വെട്ടിക്കളയുന്ന നിയമം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊരു മൃഗമായിട്ട് അതിനെ കാണുന്നത് കൊണ്ട് അങ്ങനെയില്ല. അപ്പോൾ അത് എത്ര വലിയ ഒരു സ്ഥാനം നമ്മുടെ സംസ്കാരത്തിൽ പശുവിനുണ്ടായിരുന്നു എന്ന് നോക്കാം. ഗോശബ്ദം വരുന്ന അനേകം ശബ്ദങ്ങൾ നമ്മുടെ സംസ്കാരത്തിലെ പല കാര്യങ്ങൾക്കും പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു ജപമാല കയ്യിലെടുത്താൽ
ഈ ജപമാല ഇടുന്ന ഒരു സഞ്ചിയുണ്ട്. അതായത് ജപമാല ഇട്ട് ഇങ്ങനെ തുണി ഇട്ടിട്ട് തുണി കവർ ചെയ്യുന്നൊരു സഞ്ചി പോലെയുണ്ട്. അപ്പോൾ ഇങ്ങനെ തുണി കവർ ചെയ്താണ് ജപം ചെയ്യുക സാധാരണ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ജപമാലയുടെ സഞ്ചിയുടെ പേര് ഗോമുഖി എന്നാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഗോപുരം, ഇപ്പോൾ അമ്പലങ്ങളിൽ ആ എൻട്രൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഗോപുരം എന്ന്. ഇങ്ങനെ ഗോ സംബന്ധമായിട്ടുള്ള ശബ്ദങ്ങൾ, ഇപ്പോൾ പായസമെന്ന് നമ്മൾ പറയുന്നു. പായസം എന്ന് പറഞ്ഞാലും പയസ് എന്ന് പറഞ്ഞാൽ പാലാണ്, പാല് കൊണ്ടുണ്ടാക്കിയതെന്നാണ് അർത്ഥം. അപ്പോൾ പായസമില്ലാതെ ശരിക്ക് യജ്ഞങ്ങളൊന്നുമില്ല. എല്ലാ യജ്ഞത്തിലും പായസം ഒരു മെയിൻ ഐറ്റമാണ്. അങ്ങനെയുള്ള ഒരു ധാർമ്മിക ദൃഷ്ടിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്രയധികം പ്രാധാന്യമുള്ളതാണ്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ഇപ്പോൾ നമ്മുടെ സനാതനധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ 4 ആശ്രമങ്ങളാണെന്ന് പറയാറുണ്ട്. ആശ്രമങ്ങളെന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യാശ്രമം, ഒരു കുട്ടിയുടെ 25 വയസ്സ് വരെയുള്ള അവസ്ഥ പഠിക്കുന്ന കാലം, അത് കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം, പിന്നെ വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം. അപ്പോൾ ഈ 4 ആശ്രമങ്ങളാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സനാതനധർമ്മത്തിൻ്റെ ഒരു വ്യവസ്ഥാപിതമായ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ 4 തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ, 4 തരത്തിലുള്ള നിയമങ്ങൾ, പുണ്യപാപങ്ങൾ ഒക്കെ അതിലുണ്ട്. അതിൽ ബ്രഹ്മചര്യ ആശ്രമത്തിൽ നമ്മൾ പറയുമ്പോൾ, ബ്രഹ്മചര്യ ആശ്രമത്തിലേക്ക് ഒരു കുട്ടി പ്രവേശിക്കുകയാണ്, അയാളെ ദീക്ഷിതനായി പ്രവേശിപ്പിക്കുമ്പോൾ അവിടെയും ചെയ്യുന്ന നിയമങ്ങളെല്ലാം എന്താ പറയുക, ഗോശാലയുമായിട്ട് ബന്ധപ്പെട്ടും പശുവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അങ്ങനെ പ്രവേശിക്കുന്ന കുട്ടിയെ മന്ത്രദീക്ഷ കൊടുത്താൽ ആദ്യം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യം ഗോസേവയാണ്. അത് ഗോശാലയിൽ പോയി ഗോക്കളെ സേവിക്കുക. അവിടെ ഇപ്പോൾ അതിനൊരു രസകരമായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഛാന്തോഗ്യ ഉപനിഷത്തിൽ ഒരു കഥയുണ്ട്, ഒരു ചെറിയ കഥയുണ്ട്. ഒരു സത്യകാമൻ എന്ന് പറയുന്ന ഒരു ബ്രഹ്മചാരി, ഒരു യുവാവായിട്ടുള്ളൊരു ഋഷി, അദ്ദേഹം പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഗുരുകുലത്തിൽ പോകുന്നു. ഗുരുകുലത്തിൽ പോകുമ്പോൾ ആ സത്യകാമൻ്റെ ദീക്ഷാകർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗുരു ചെയ്യുന്നത് എന്താണ്, ആ സത്യകാമനെ ഗോസേവയ്ക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഗോസേവയ്ക്ക് പറഞ്ഞയക്കുന്നു, ഗോക്കളെ പാലിക്കാൻ പറയുന്നു. അതുപോലെ ഇനിയും ഉള്ള കഥകൾ അതുപോലെയുണ്ട്. മറ്റൊരു ഋഷിയുടെ കഥയിലും അങ്ങനെയാണ്. ആ ഋഷികുലത്തിൽ വന്നു കഴിയുമ്പോൾ ഗോസേവ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഗോസേവ ചെയ്യാൻ എങ്ങനെ പറഞ്ഞ, ഗോക്കളെ, ഇപ്പോൾ ആശ്രമത്തിലുള്ള ഗോക്കളെയും കൊണ്ട് കാട്ടിലേക്ക് പൊക്കോളൂ, ഈ ഗോക്കൾ 1000 ആയാൽ തിരിച്ചെത്തിക്കോളൂ എന്ന് പറഞ്ഞു. അതായത് സംഖ്യയിൽ 1000 ആകുമ്പോൾ നീ തിരിച്ചെത്തുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ബാലൻ ആശ്രമത്തിലുണ്ടായിരുന്ന ഗോക്കളുമായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു 100ഓളം ഗോക്കളുണ്ടായിരുന്നു എന്ന് വെച്ചോളൂ. അവിടെ എത്രയാണ് കൊണ്ടുപോയതെന്ന് പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ പറയുന്നത് 1000 സംഖ്യ ആവുമ്പോൾ തിരിച്ചു വരണം എന്നാണ്. അതുവരെ കാട്ടിൽ പോയി ഗോസേവ ചെയ്തോളൂ, അത് കഴിഞ്ഞ് വിദ്യാഭ്യാസം തുടങ്ങുകയുള്ളൂ, അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ കാട്ടിൽ പോകുന്നു. കാട്ടിൽ പോയി ഈ കുട്ടി ഒറ്റയ്ക്ക് അവിടെ കാട്ടിൽ താമസിച്ച് അങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഗ്രാമത്തിൽ പോയിട്ട് ഭിക്ഷയൊക്കെ എടുത്ത് ജീവിക്കുന്നുണ്ടാവും. എന്തായാലും അതൊരു തപസ്സായിട്ട് ഈ ഗോക്കളെ മേയ്ക്കാനായിട്ട് പോകുന്നു. ഗോക്കളെ മേയ്ച്ച് അത് 1000 ആകുന്നു. 1000 സംഖ്യ ആകുന്ന ഒരു വർഷങ്ങൾ കഴിഞ്ഞ് കാണും. അത് കഴിഞ്ഞ് 1000 സംഖ്യ ആകുന്നു. അവിടെ സംഭവിക്കുന്ന ഒരു അത്ഭുതം എന്ന് പറയുന്നത്, ഈ 1000 സംഖ്യ ആവുമ്പോൾ അതിൽ ഒരു കാള, അതായത് ആ ഗോക്കളുടെ ഇടയ്ക്ക് ഒരു കാള, ആ കാള തന്നെ ഇയാളോട് ഉപദേശിക്കുകയാണ്. എന്താ ഉപദേശിക്കുന്നത്, നമ്മൾ 1000 ആയി, നീ ഇനി ഗുരുവിൻ്റെ അടുത്തേക്ക് പൊക്കോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഉപനിഷത്ത് പറയുന്നത്, ഒരു ഋഷി ഈ കുട്ടിയുടെ, ഋഷികുമാരൻ്റെ ആ ഗോസേവയിൽ തൃപ്തനായി ആ ഋഷി തന്നെയാണ് കാളയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ആ കുട്ടിക്ക് ഉപദേശിച്ചതെന്നാണ്. അപ്പോൾ അതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ, തിരിച്ച് ഗുരുകുലത്തിൽ വരുമ്പോൾ ഈ കുട്ടിക്ക് ലഭിക്കേണ്ട വിദ്യ, അല്ലെങ്കിൽ ആ ഏറ്റവും ഉത്തമമായ ബ്രഹ്മജ്ഞാനം തന്നെ ആ കുട്ടിക്ക് ലഭിച്ചു എന്നാണ്. അപ്പോൾ തിരിച്ച് ഗുരുകുലത്തിൽ വരുമ്പോൾ ഗുരു ചോദിക്കുന്നു, എന്തായി നിൻ്റെ അറിവിൻ്റെ കാര്യം, എന്താണ് നിൻ്റെ സ്ഥിതി എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ജീവികളൊക്കെ ഉപദേശിച്ചു, പക്ഷേ അങ്ങിൽ നിന്നുള്ള ഉപദേശമാണ് എനിക്കിനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു അത്യന്ത പ്രസന്നനായിട്ട് പറയുകയാണ്, നിൻ്റെ ഗോസേവ കൊണ്ട്
ഋഷിമാർ തൃപ്തരായി. ഞാൻ ഉപദേശിക്കേണ്ടതെല്ലാം അവർ തന്നെ ഉപദേശിച്ചു. പക്ഷേ അതിൻ്റെ അന്തിമമായിട്ടുള്ള എൻ്റെ ഒരു കർത്തവ്യം, ഞാനൊരു ഗുരു എന്നുള്ള രീതിയിലൊരു കർത്തവ്യം നിറവേറ്റാൻ വേണ്ടി ഞാൻ അതിൻ്റെ യഥാർത്ഥ വഴി കൂടി പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അവിടെ ഉപദേശം അവസാനിക്കുന്ന കഥയുണ്ട്. അപ്പോൾ ഇങ്ങനെ അനേകം കഥകൾ, നൂറ് കണക്കിന് കഥകൾ നമ്മുടെ പുരാണങ്ങളിലും സാഹിത്യങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഗോസേവ സംബന്ധമായിട്ടുള്ള ധർമ്മമാണ് നമ്മുടെ ധർമ്മം. സനാതന ധർമ്മത്തിൻ്റെ ഒരു മുഖ്യ ഘടകമാണ് ഗോസേവ അല്ലെങ്കിൽ ഗോപരിപാലനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ അതിന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, അത് എടുത്തു പറയേണ്ട കാര്യം, ഒരു കാലത്ത് ഈ നിയമങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ പാല് വിൽപ്പനയായിട്ട്, പാലോ അല്ലെങ്കിൽ പശുവിൽ നിന്ന് കിട്ടുന്ന ഒരു ഐറ്റവും വിൽക്കുക എന്നുള്ളൊരു സംസ്കാരം നമ്മുടെ സനാതന ധർമ്മത്തിൽ ഉണ്ടായിരുന്നില്ല. അത് വിൽക്കുന്നത് തെറ്റായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അതിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്മൃതികളിലൊക്കെ നോക്കിയാൽ ഈ ഗോക്കളെ പാലിക്കുന്ന സംബന്ധമായിട്ട് ആ നിയമം പറയുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന് തന്നെ നമുക്ക് ഭാരതത്തിലും പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ഹിമാലയത്തിലൊക്കെ പല ഗ്രാമങ്ങളിലും പല സ്ഥലങ്ങളിലും ഇപ്പോഴും അവർ പരിപാലിക്കുന്നുണ്ട്. അവർ പശുവിൻ്റെ പാല് വിൽക്കില്ല. അതുപോലെ ഏറ്റവും ആശ്ചര്യമായിട്ട് ഞാൻ കണ്ടത് അരുണാചൽ പ്രദേശിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണ്. അവിടെ അവർ പറയുന്നത്, അവർ പശുവിൻ്റെ പാല് പശുവിൻ്റെ കുട്ടികൾക്ക് കൊടുക്കും. പശുവിൻ്റെ പാല് അവർ തന്നെ ഉപയോഗിക്കില്ല, വിൽക്കുന്നത് പോട്ടെ, അവർ തന്നെ പാല് കുടിക്കുവാനായിട്ട് ഉപയോഗിക്കില്ല, പൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അവരുടെ ഒരു അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പശുവിൻ്റെ പാല് പശുവിൻ്റെ കുട്ടിക്കുള്ളതാണ്, അത് നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ ഈ അരുണാചൽ പ്രദേശിലൊക്കെ അവർ ട്രൈബ്സാണ്, അവർക്ക് വേദങ്ങളോ ശാസ്ത്രങ്ങളോ ഒന്നും അറിയില്ല, അവരൊരു പ്രത്യേക വർഗ്ഗക്കാരാണ്, നമുക്കറിയാമല്ലോ. പക്ഷെ അവരുടെ ഇടയിൽ പോലും ഇത്രയും പവിത്രമായ ഒരു കൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഒരു സംഭവം ഉണ്ടായി. കാരണം നമുക്കവിടെ യാത്രയിൽ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നാട്ടുകാരുടെ അവരുടെ ഭക്ഷണം വേറെ രീതിയാണ്. അപ്പോൾ അത് എങ്ങനെയാവണം എന്നുള്ളപ്പോൾ തൈര് എവിടെ നിന്നെങ്കിലും കുറച്ച് തൈരൊക്കെ കിട്ടിയാൽ നമുക്ക് ചോറൊക്കെ ഉണ്ടാക്കി കഴിക്കാം എന്നൊക്കെ ആഗ്രഹിച്ച് അതൊരു വഴിക്ക് നമ്മൾ ഒരിടത്ത് ചോദിച്ചപ്പോഴാണ് ഈ ഒരു സംഭവം അവർ പറഞ്ഞത്. അതായത് ഇവിടെ തൈരൊന്നും വാങ്ങാൻ കിട്ടില്ല, കാരണം ഇവരാരും തൈര് ഉണ്ടാക്കി വിൽക്കില്ല, പാലും ഉണ്ടാക്കി വിൽക്കില്ല, പാലും വിൽക്കില്ല. അപ്പോൾ ഇത് മനസ്സിലാകുന്നത് അങ്ങനെ ഒരു നിശ്ചയമായ രീതി ഉണ്ടായത്. അതായത് വിദ്യ വിൽക്കാൻ പാടില്ല, നോളേജ് ഒരിക്കലും ബിസിനസ് ആക്കാൻ പാടില്ല എന്നുള്ള കൺസെപ്റ്റ് സനാതന ധർമ്മത്തിലുണ്ട്. അതുപോലെ വൈദ്യം, ചികിത്സ, അതും പൈസ കൊടുത്തും വാങ്ങിയും ചെയ്യാൻ പാടില്ല, മരുന്നിന് വേണ്ട സാധനങ്ങൾ ഉപയോഗിക്കാം, അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതുപോലെയാണ് ഈ പശുവിൻ്റെ കാര്യവും. പിന്നെ മറ്റു ചില ദ്രവ്യങ്ങളും ഉണ്ട്, ഇപ്പോൾ ഉപ്പ് മുതലായ ദ്രവ്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത്. ഏതായാലും അതിപ്പോൾ മാറി. കാരണം അത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത്രയും പശുക്കളെ വളർത്താനും അത് നോക്കാനും ഓരോ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ട്, സ്ഥലമില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് വളർത്തുന്നവർ തന്നെ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വളർത്തുന്നത്, നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പൈസ സമ്പാദിക്കാൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ അതിൽ വന്നൊരു വലിയൊരു പ്രശ്നം, ഇതൊരു പശുവിനെ വളർത്തുന്നത് നമുക്കൊരു എന്താ പറയുക, ഏണിങ്ങിൻ്റെ പൈസ സമ്പാദിക്കാനുള്ളൊരു മാധ്യമമാണ് എന്ന് വന്നപ്പോൾ സംഭവിച്ചത്, നമ്മൾ പശുക്കളെ, നമ്മുടെ നാടൻ പശുക്കളൊക്കെ ഉണ്ടായിരുന്ന അവരുടെ ആ ഒരു വർഗത്തെ എല്ലാത്തിനെയും സങ്കരമാക്കി, ബ്രീഡ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ബ്രീഡ് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പറ്റുന്ന ഏറ്റവും വലിയൊരു ദോഷം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ വിദേശത്തെ പശുക്കളുമായിട്ടും അല്ലെങ്കിൽ ആ ബീജങ്ങളൊക്കെ ആയിട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഈ വിദേശത്തെ പശുക്കളും നമ്മുടെ പശുക്കളുമായിട്ടുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാവുന്നതാണ്. വിദേശത്തെ പശുക്കൾ, ഇപ്പോൾ ജേഴ്സി പോലുള്ള പലതരം വർഗത്തിലുള്ള പശുക്കളുണ്ട്. ആ പശുക്കളുടെയും ഇവിടുത്തെ പശുക്കളുടെയും പാലിനും സ്വഭാവത്തിനും അതിൻ്റെ എല്ലാ ബയോളജിക്കലി ഉള്ള ഡിഫറൻസസും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭാരതീയമായിട്ടുള്ള ബ്രീഡുകളുണ്ട്, ഓരോ ദേശത്തും ഓരോ സംസ്ഥാനത്തിലും വ്യത്യസ്തമായ ബ്രീഡുകളുണ്ട്. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ ഗുണങ്ങളും വിദേശ പശുക്കളുടെ ഗുണങ്ങളുമായിട്ട് താരതമ്യം ചെയ്താൽ ശാസ്ത്രം തന്നെ ഇപ്പോൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്, അതിന് ഒരുപാട് വ്യത്യാസമുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രീഡ് ആയിട്ടുള്ള പശുക്കളിൽ നിന്ന് പാല് ചിലപ്പോൾ കുറച്ചായിരിക്കും കിട്ടുക, പക്ഷേ ആ പാലിൻ്റെ ഗുണം മേന്മ മറ്റുള്ളവ
കാലം വളരെ കൂടുതലാണ്. അപ്പോൾ മറ്റുള്ള പശുക്കളുടെ പാൽ എത്ര നമ്മൾ ഉപയോഗിക്കുന്നുവോ അതിൻ്റെ 10% കുറച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു 50% കുറച്ചോ നമ്മൾ ഉപയോഗിച്ചാലും ഈ ഫലത്തിൽ വരുന്നത് വ്യത്യസ്തമാണ്. ഇതിന് മറ്റൊരു ശാസ്ത്രീയ കാരണം കൂടിയുണ്ട്. അപ്പം നമുക്ക് ബയോളജിയൊക്കെ സാമാന്യമായിട്ട് അറിയാവുന്നവർക്കറിയാം, ഈ ഓരോ ദേശത്തും കാലത്തും ജീവിക്കുന്ന ആൾക്കാരുടെയും ജീവികളുടെയും അവരുടെ ഒരു ബയോളജിക്കൽ മെറ്റബോളിസം ഉണ്ട്. അതായത് ഒരു ശരീരത്തിൻ്റെ പ്രവർത്തന ഘടന അല്ലെങ്കിൽ പ്രവർത്തന രീതി അത് വരുന്നത് അതത് ദേശകാലങ്ങളിലുള്ള ബാക്ടീരിയകളെയും അതിൻ്റെ ബാക്കി സംബന്ധമായിട്ടാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുമ്പോൾ കേരളത്തിലുള്ള ജീവിക്കാനുള്ള ഇവിടുത്തെ അന്തരീക്ഷത്തിനും ഇവിടുത്തെ ആഹാര രീതിക്കും അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം സിസ്റ്റം സെറ്റാക്കി വെച്ചിരിക്കുന്നത്, അത് സെറ്റാകുന്നത്. അത് നമ്മുടെ പരമ്പരയായിട്ട് അങ്ങനെ വരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് ദഹിക്കും. അത് ഇവിടുത്തെ ബാക്ടീരിയ, ഇവിടുത്തെ വെള്ളവും അതിൻ്റെ ഉള്ള സംബന്ധമൊക്കെ അങ്ങനെ ട്യൂൺഡാണ്. ഇതേ കാര്യം നമ്മൾ വിദേശത്ത് പോയിട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വിദേശികൾ ഇവിടെ വന്ന് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമുക്കറിയാം വിദേശത്തു നിന്ന് വരുന്നവർക്ക് ഇവിടുത്തെ ഭക്ഷണങ്ങൾ പലതും അനുകൂലമാകില്ല, വെള്ളം അനുകൂലമാകില്ല. കാരണം എന്താണ്? അവരുടെ മെറ്റബോളിസം, അതിലുണ്ടായിരിക്കുന്ന ബാക്ടീരിയ, അവരുടെ ബോഡിയിലുള്ള ബാക്ടീരിയ അതുപോലെ ബാഹ്യമായിട്ടുള്ളതിന് തമ്മിലൊരു ട്യൂണിങ് ഉണ്ട്. ഇത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രോസ് ചെയ്ത് വരുന്ന പശുക്കളുടെ അവരുടെ ആ പശുക്കളിൽ നിന്ന് കിട്ടുന്ന നെയ്യോ പാലോ മറ്റോ ഒക്കെ നമ്മുടെ ശരീരത്തിന്, ഭാരതീയരായിട്ടുള്ള ആ സിസ്റ്റത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മെറ്റബോളിസത്തിന് നേരത്തെ പറയുന്ന ആ അനുകൂലത ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ പശുവിൻ്റെ പാല് കഴിച്ചിട്ടും പലർക്കും അസുഖങ്ങൾ വരുന്നുവെന്നും നെയ്യ് കഴിച്ചിട്ട് ഫാറ്റ് കൂടുന്നുവെന്നും അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാകുന്നുവെന്നും ഒക്കെ പറയുന്നതായിട്ടുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നത്. പല ഡോക്ടർമാരും നിങ്ങളിതൊന്നും കഴിക്കരുത്, മിൽക്ക് പ്രോഡക്റ്റ് കഴിക്കാനേ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. അതിന് കാരണം എന്താണ്? ഈ ഒരു പ്രശ്നം ഇവിടെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശാസ്ത്രീയമായിട്ട് നമ്മൾ നോക്കിയാൽ നമ്മുടെയൊക്കെ പൂർവികരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇഷ്ടംപോലെ പാല് കഴിച്ച് നെയ്യും ഇതൊക്കെ കഴിച്ച് ജീവിച്ചവരാണ്. അവർക്കൊന്നും യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു മുഖ്യമായിട്ടുള്ള ഘടകമാണ്. നമ്മൾ ക്രോസ് ചെയ്യാതെ തന്നെ ഈ ഒറിജിനൽ ബ്രീഡ്സ് ആയിട്ടുള്ള ആ ജീവികളെ സംരക്ഷിക്കണമെന്നത്. അത് എല്ലാ ജീവികളുടെ കാര്യത്തിലും അതുപോലെയാണ്, മനുഷ്യരുടെ കാര്യത്തിലും അങ്ങനെയാണ്. അപ്പോൾ ഈ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് നമുക്കറിയാം. ഒരു ജനറേഷനോ രണ്ടാമത്തെ ജനറേഷനോ കഴിയുമ്പോൾ ആ പശുവിൻ്റെ, ആ ജീവിയുടെ ശാരീരികമായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ബാക്കിയെല്ലാം വീക്കാകുകയും അത് ആ ജനറേഷൻ്റെ ഒരു പ്രശ്നം വന്നിട്ട് ദേശകാലങ്ങളുമായിട്ട് യോജിച്ച് വരാതിരിക്കുകയും ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബീജസംരക്ഷണത്തിൻ്റെ ഭാഗമായി പശുക്കളെ സംരക്ഷിക്കുന്നതോടൊപ്പം കാളകളെയും നമ്മൾ സംരക്ഷിച്ചേ പറ്റൂ. അപ്പോൾ ഇന്നത്തെ കാലത്ത് കാളകളെ ശ്രദ്ധിക്കാതെ പോകുന്നത്, സംരക്ഷിക്കാതെ പോകുന്നതിന് കാരണം ഇപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് ബീജം കിട്ടുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുത്തിവെച്ചാണ് പശുക്കളെ ഗർഭിണികളാക്കുന്നത്. അപ്പോൾ അത് വന്നതോടൊപ്പം കാളകൾക്കുള്ള ഇമ്പോർട്ടൻ്റ് ഇല്ലാതായി. കാരണം ഈ കാളകൾ ഉണ്ടാക്കുന്ന കുട്ടികൾ നമുക്ക് വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലെത്തി. ഇതൊരു മഹാപാപമാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യലിസമൊക്കെ പറയുന്നത് പോലെ നമ്മളൊരു പ്രാണികളുടെ സ്വഭാവത്തെക്കുറിച്ച് നോക്കിയാൽ അവരുടെ പ്രജനനം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക, ജീവിക്കുക, കുട്ടികളെ ജനിപ്പിക്കുക, ഇതാണ് അവരുടെ ജീവിതത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ഘടകങ്ങൾ. ഇപ്പോൾ മനുഷ്യരാണെങ്കിൽ അവർക്ക് പഠിക്കാം, ജീവിക്കാം, ജോലി ചെയ്യാം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ജീവികൾക്കുള്ളത് അവരുടെ ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജനിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വിശ്രമിക്കുന്നു, അത് കഴിഞ്ഞ് പ്രജനന ശേഷി വരുമ്പോൾ അവർ പ്രജനനം ചെയ്യുന്നു, അവരുടെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നു, പിന്നെ അതിനോടൊപ്പം വരുന്നതായിട്ടുള്ള പാലും മറ്റുമൊക്കെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്നു. ഇതൊക്കെയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളൊരു സാമാന്യ രീതിയിൽ ചിന്തിച്ചാൽ തന്നെ ഈ പ്രജനനത്തെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നത് ഇത് ഇഞ്ചക്ഷൻ ചെയ്ത് നമ്മൾ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വ്യത്യാസം, അതിനെയാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പാപമെന്ന് പറയുന്നത്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ പാപമെന്ന് പറഞ്ഞാൽ അത് തെറ്റ് എന്നാണ് അർത്ഥം. അത് ഭാവിയിൽ നമുക്ക് അഹിതമായി വരും, പ്രശ്നമായി വരും എന്നുള്ളതിനെയാണ് നമ്മൾ പാപം എന്ന് പറയുന്നത്. പാപം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ എന്നല്ല അതിൻ്റെ അർത്ഥം. ആ പാപം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ ജീവിതത്തിന് തന്നെ അത് നാശമായിട്ട് വരും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
പശുവിനെ വളർത്തുക എന്നുള്ളത് ഒരു വീടിനെ സംബന്ധിച്ച് നോക്കിയാൽ കുറച്ച് പറമ്പ് നമുക്കുണ്ടെങ്കിൽ ഒരു ഗോശാല ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഒരു പശുവിനെ 2 പശുവിനെ നമ്മുടെയൊക്കെ തറവാട്ടിൽ എല്ലാവരുടെയും തറവാട്ടിലും ഇല്ലങ്ങളിലും ഒക്കെ പണ്ട് ഉണ്ടായിരുന്നതാണ്. എല്ലാ അമ്പലങ്ങളിലും വലിയ വലിയ ഗോശാലകൾ ഉണ്ടായിരുന്നതാണ്. കാരണം എന്താണ്, എല്ലാ പൂജകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഇത് ആവശ്യമാണ്. പാലും നെയ്യും അതുപോലെ തന്നെ വെണ്ണയും ഒക്കെ ആവശ്യമായിരുന്നു. അപ്പോൾ ഇത് അനുസരിച്ചാണ് അത് ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊരു പ്രത്യേക ബർഡനായിട്ടൊന്നും കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പശുവിനെ വളർത്തിയാൽ നമുക്ക് തൊടിയിൽ വളം കിട്ടും, ചാണകം കിട്ടും, ഗോമൂത്രം കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടുന്ന് കിട്ടും. അതുപോലെ തന്നെ വേറെ പല ഗുണങ്ങളും പശുവിനെ വീട്ടിൽ വളർത്തുന്നത് കൊണ്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്ക് വളരെ അധികം പറയാനുണ്ട് അതിനെക്കുറിച്ച്. അതായത് പശുവിൻ്റെ പ്രസൻസ് നമ്മുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ വീടിനടുത്ത് നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ പശുവിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉന്മേഷത്തിന് കൂടി നല്ലതാണെന്നാണ്. ഇപ്പോൾ അത് സംബന്ധിച്ച് പല റിസർച്ചുകളും വന്നതിൽ ഒന്ന് പറയുന്നത് മാനസികപരമായിട്ടുണ്ടാകുന്ന ഇന്നിപ്പോൾ ഉണ്ടാകുന്ന സംഘർഷം, നമ്മളിപ്പോൾ ടെൻഷൻ എന്ന് പറയുന്നത്, ഡിപ്രഷൻ എന്ന് പറയുന്നത്, അതുപോലെ അൺസ്റ്റെബിലിറ്റി ഓഫ് മൈൻഡ് എന്നൊക്കെ പറയുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. നോർമലി ഇപ്പോൾ കുട്ടികൾക്കും ആൾക്കാർക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവെന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ. ഇതിനൊക്കെ പരിഹാരത്തിൻ്റെ ഒരു കാര്യം പശുവിൻ്റെ അടുത്ത് പോകുന്നത്, പശുവിനെ സേവിക്കുന്നത്, പശുവിൻ്റെ പ്രസൻസിൽ നിൽക്കുന്നതാണ്. ഇതിപ്പോൾ അടുത്ത കാലത്താണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇങ്ങനൊരു റിസർച്ച് ഇതിലുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പശുവിൻ്റെ സേവ ചെയ്താൽ അതിന് ഓട്ടോമാറ്റിക്കലായിട്ട് അയാൾക്ക് മെൻ്റൽ ഡിപ്രഷൻ ഇല്ലാണ്ടാവുകയും, കാരണം അത് കണ്ടെത്തിയിരിക്കുന്നത് പശുവിൻ്റെ ശരീരത്തിൽ, പശുവിൻ്റെ മനസ്സിൽ, എന്താ പറയുക, ബ്രെയിനിൽ അങ്ങനെ ഒരു ലിക്വിഡ് ഉൽപ്പാദനം ചെയ്യുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം അതിന് ചുറ്റും നിൽക്കുന്നവർക്ക് മാനസികമായിട്ടൊരു ശാന്തതയും ഒരു ഉന്മേഷവും ഒരു ആനന്ദവും ഉണ്ടാകുന്നു എന്ന് റിസർച്ച് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാനത് ഡയറക്റ്റ് കണ്ടത് ഇവിടെ ഗുജറാത്തിലൊരു സ്ഥലത്താണ്. അവിടെ ഒരു പ്രകൃതി ചികിത്സയുടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവരാണ് അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. ഞാനൊരു ചെറിയ ആർട്ടിക്കിൾ വായിക്കുകയും ചെയ്തു അതിന് ശേഷം അതിനെക്കുറിച്ച്. അതായത് ഇങ്ങനെ വരുന്ന ഇപ്പോൾ സ്ത്രീകൾക്കും ഇങ്ങനെയുള്ള അസുഖമുള്ളവരെ വരുന്നവരെ അവർ ഗോശാലയിൽ പറഞ്ഞയക്കുകയും എന്നിട്ട് ഗോക്കളെ അടുത്ത് അവരുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കാനും അല്ലെങ്കിൽ കുറച്ചങ്ങനെ നിൽക്കാനും ഒക്കെ പറയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വിത്തിൻ 1 വീക്ക് തന്നെ അവരുടെ മാനസികാവസ്ഥ മാറുന്നതായിട്ട് കണ്ടെത്തി. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണം നടത്തി കണ്ടെത്തിയതിന് ശേഷം അവർ ചിന്തിച്ചു ഇതെന്താണ് അതിന് കാരണമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനൊരു റിസർച്ച് സ്റ്റഡി, നേരത്തെ തന്നെ ഈ റിസർച്ച് സ്റ്റഡി ചെയ്തിരിക്കുന്നത് വിദേശത്താണ്. ഇവിടെ ഭാരതത്തിൽ ആരും ഇപ്പോൾ അതിന് ചെയ്യാൻ സമയമില്ലല്ലോ ആർക്കും. വിദേശത്താണ് അവർ ചെയ്തത്. അവർ കണ്ടെത്തി ഇങ്ങനെ ഒരു സംഗതിയുണ്ട്, പശുവിൻ്റെ പ്രസൻസിൽ ഇങ്ങനെ ഒരു ഹാപ്പിനെസ് ഹോർമോൺസ് ഉണ്ടാകുന്നുവെന്നും ആൻറ്റി ഡിപ്രഷൻ ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യുന്നുവെന്നും അവർ കണ്ടെത്തി. അപ്പോൾ ഇതൊരു അത്ഭുതമായ കാര്യമാണ്. ഇത് തന്നെയാണ് നമ്മൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഒരാളൊരു പാപം ചെയ്താൽ അയാളുടെ പ്രായശ്ചിത്തമായിട്ട് ഗോസേവയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സന്യാസം എടുക്കുമ്പോൾ സന്യാസത്തിൽ 3 ദിവസ കർമ്മമുണ്ട്. 3 ദിവസത്തെ ഓരോരോ കർമ്മങ്ങൾ, പിതൃകർമ്മങ്ങൾ, അതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് സന്യാസത്തിൻ്റെ നേരെ മുന്നിലുള്ള ദിവസം രാത്രി മുഴുവൻ ഒരു ഉറക്കം ഒളിച്ച് കൗപീനം മാത്രം ധരിച്ച് സന്യാസത്തിൻ്റെ ആ ഒരു കർമ്മപരമായിട്ടുള്ള അങ്ങനെ ധരിച്ചുകൊണ്ട് ഗോശാലയിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ആ ഗോശാലയിൽ നിന്ന് ശുദ്ധമായി പിന്നെ അവിടെ നിന്ന് വന്ന് അവിടെ ഇരുന്ന് ജപം ചെയ്യണമെന്നാണ്. അപ്പോൾ ഗോക്കളടുത്തിരുന്ന് ജപം ചെയ്തിട്ടാണ് പിറ്റേ ദിവസം സന്യാസദീക്ഷയുടെ ഹോമം ചെയ്യുന്നതും പിന്നെ സന്യാസദീക്ഷ നൽകുന്നതും. അപ്പോൾ അവിടം വരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ ആശ്രമത്തിൻ്റെയും ചിട്ടയിൽ വരുമ്പോൾ അവിടം വരെയുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് ഈ പ്രായശ്ചിത്തമൊക്കെ ഇങ്ങനെ ഗോക്കളോട് ചേർത്ത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കാരണമാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അത് തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ ഗോശാലകളെ സംരക്ഷിക്കുകയും ഗോശാലകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും അത് വീട്ടിൽ കഴിയുമെങ്കിൽ വീട്ടിൽ തന്നെ ഒരു ഗോശാല സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എത്രയോ പൈസ നമ്മൾ ആഡംബരങ്ങൾക്ക് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലവാക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു 10% നമുക്ക് ആവശ്യമുള്ളൂ ഒരു ഗോശാല നമുക്ക് സംരക്ഷിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ നല്ല ദിവസങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ ഒരു വിവാഹ നിശ്ചയമായാൽ ആ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. വിദ്യാഭ്യാസം നമ്മൾ തേടുന്നത് പോലെ തന്നെ വിവാഹം എന്ന് പറയുന്നത് പുതിയൊരു ജീവിതമാണ്.
അപ്പോൾ അങ്ങനെയുള്ള വിവാഹം ഒക്കെ വരുന്ന ആ മുഹൂർത്തങ്ങളൊക്കെ നിശ്ചയിക്കുന്ന ഒരു സമയത്ത് അതിനു മുമ്പ് പോയി ഗോസേവ ചെയ്യുക. എവിടെയെങ്കിലും ഗോശാലയിൽ പോയി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഗോശാലകളിൽ പോയിട്ട് അവിടെ ദാനം ചെയ്യുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരോടൊപ്പം നിൽക്കുക. അങ്ങനെ ഇതുപോലെ ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ മറ്റ് പുണ്യകാര്യങ്ങൾ, ഇപ്പോൾ വിവാഹ ആഘോഷങ്ങൾ വരുന്ന ദിവസങ്ങൾ, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം നമ്മൾ തുടങ്ങാൻ പോകുമ്പോൾ, ഒരു പുതിയ സംരംഭം നമ്മൾ തുടങ്ങാൻ പോകുമ്പോൾ, പുതിയ ജോബിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അത് 1 ദിവസം മുതൽ 3 ദിവസം വരെയാണ് സാധാരണ രീതിയിൽ പറയുന്നത് ഗോസേവ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 3 ദിവസം പറ്റിയില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ദിവസമെങ്കിലും ചെയ്യുക. അപ്പോൾ ഗോസേവ എന്ന് പറയുന്നത്, ഇപ്പോൾ സാധാരണ ആൾക്കാർ വിചാരിക്കുന്ന ഗോസേവ എന്ന് പറഞ്ഞാൽ പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് മാത്രമാണ്. പക്ഷേ ഭക്ഷണം കൊടുക്കുക മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തൊഴുത്തിൽ ഗോശാലയിൽ പോയി അവിടെ വൃത്തിയാക്കുക, അതുപോലെ തന്നെ പശുക്കളെ സേവ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ തലോടുക, അതുപോലെ കുളിപ്പിക്കാനൊക്കെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതെല്ലാം ചേർത്താണ് ഗോസേവയായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ അത് സംഭവിക്കും. ഇപ്പോൾ അതിൻ്റെ തെളിവുകളായിട്ട് അനേകം തെളിവുകൾ ഉപലബ്ധമാണ്. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കോയമ്പത്തൂർ ഒരു ആശ്രമത്തിൽ ഒരു പരിപാടിക്ക് വേണ്ടി പോയിരുന്നു. അപ്പോൾ അവിടെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആശ്രമത്തിൻ്റെ എൻട്രൻസിൽ തന്നെ, അതൊക്കെ നിങ്ങൾ പോയി കാണണം, അവിടെ പൂർണ്ണവിദ്യ എന്ന് പറയുന്ന ആണ് ആശ്രമത്തിൻ്റെ പേര്. കോയമ്പത്തൂരിൽ നിന്ന് കുറച്ച് അകലെയാണ്. ആ ആശ്രമത്തിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു വലിയ ബോർഡായിട്ട് 2 വശത്തായിട്ട് ഒരു പശുവിൻ്റെ ചിത്രം, പശുവിൽ നിന്ന് പാല് അകടിൽ നിന്ന് പാല് ചുരത്തുന്നതായിട്ടുള്ളൊരു ചിത്രം വച്ചിരുന്നു 2 വശത്തും. അപ്പോൾ എൻട്രൻസിൽ ഇങ്ങനെ വെച്ചിരുന്നപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല, ആർക്കത് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ വൈകുന്നേര സമയത്ത് അവിടെ പോയത്, എനിക്കതിൽ എഴുതിയിരുന്നത് വായിക്കാനും പറ്റിയില്ല. പക്ഷേ ഉള്ളിലേക്ക് കടന്നു. കുറച്ച് കഴിഞ്ഞ് അവിടെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ അവിടുത്തെ മഠാധിപതിയായിട്ടുള്ള മാതാജിയാണ്. ആ മാതാജിയായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ആ സ്ഥലം അവർ ആ ആശ്രമം വാങ്ങുന്ന സ്ഥലത്ത് ഒരു ഏകദേശം 20 വർഷം മുമ്പ് ആ സ്ഥലം വാങ്ങുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ ഗോശാല ഉണ്ടായിരുന്നു. അത് നാട്ടിലുള്ള കുറച്ച് ആൾക്കാരവിടെ 5-6 ഗോക്കളെ വളർത്തിയിരുന്നു. ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അയാൾ ആ സ്ഥലത്തൊരു ഗോശാല നടത്തിയിരുന്നു. വെള്ളത്തിൻ്റെ ഒരു സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്ഥലം വിൽക്കാൻ പോയപ്പോൾ അവർ വാങ്ങി. 4 ചുറ്റും കുറച്ച് കാട് പോലെയൊക്കെയാണ്, ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഗോശാലയോടുകൂടി വാങ്ങിയത് കൊണ്ട് ആ ഗോക്കളെയും വാങ്ങി, ഗോശാലയോടുകൂടിയാണ് വാങ്ങിയത്. അങ്ങനെ വാങ്ങി കുറച്ച് കഴിഞ്ഞ് അവരവിടെ ആശ്രമം തുടങ്ങാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഒരു നല്ല കാര്യമാണ്, ഇത് പറഞ്ഞതുപോലെ നല്ല കാര്യമാണ്. ആദ്യം ഗോക്കളെ സേവിച്ച് അവരെ പൂജ നടത്തി ശേഷം ആശ്രമത്തിൻ്റെ ഉദ്ഘാടനവും ശിലാന്യാസവും ഒക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. അങ്ങനെ പശുവിനെ അവിടെ നിർത്തി പൂജിക്കുകയാണ്. ആ പൂജിക്കുന്ന സമയത്ത് ആ മുഹൂർത്തമൊക്കെ നോക്കി, ഇപ്പോൾ പൂജ ചെയ്യണമെന്നൊക്കെ അതിൻ്റെ വിധിയായിട്ട് നോക്കിയിട്ട് പൂജിക്കുകയാണ്. അപ്പോൾ പൂജിക്കുന്ന സമയത്ത് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പശുവിൻ്റെ അകിടിൽ നിന്ന് പാല് ചുരത്തുന്നതാണ് ആ ഫോട്ടോ അവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നും ചെയ്തില്ല, അത് നാച്ചുറലായിട്ട് സംഭവിച്ചതാണ്. അത് ആ സമയത്ത് വീഡിയോ എടുത്തു, അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ എടുത്തു, അതാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താ കാണിക്കുന്നത്? അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അത് കഴിഞ്ഞ് അവിടെ വലിയ അത്ഭുതങ്ങളൊക്കെ ഉണ്ടായി, പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് വെച്ചോളൂ. പക്ഷെ അത് കാണിക്കുന്നത് ഓൺ ദ സ്പോട്ട്, അതായത് ആ പൂജ ചെയ്യുന്നു എന്നുള്ള ആ ഒരു സേവാഭാവത്തിൽ അവിടെ പൂജ ചെയ്യുന്നു, അത്രയും ആദരവ് പശുവിന് കൊടുക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. അത് ആ പശുവിൻ്റെ അനുഗ്രഹമാണ്, അല്ലെങ്കിൽ ആ പശുവിൻ്റെ തൃപ്തിയും ആനന്ദവുമാണ് ആ കാണിക്കുന്നത്. ആ വാത്സല്യമാണ്, അവരുടെ അനുഗ്രഹമായിട്ടാണ് ആ പാൽ ചുരത്തുന്നത് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ജ്യോതിഷന്മാരൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഈ സ്ഥലം പണ്ടും ഒരു വലിയ ദിവ്യമായ സ്ഥലമായിരുന്നു, ഇവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നത് കൊണ്ടാണ് പശു ഇങ്ങനെ പാല് ചുരത്തിയത് എന്നൊക്കെ പറഞ്ഞ കഥകളുണ്ടായി. പിന്നെ അവർ അതിന് നോക്കിയപ്പോൾ ശിവക്ഷേത്രത്തിൻ്റെ ഒരു ലക്ഷണമൊക്കെ അവിടെ കണ്ടു, അങ്ങനെ ഒരു ശിവക്ഷേത്രം അവിടെ ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും പ്രത്യക്ഷമായിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പല അനുഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ മാതാവ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ധർമ്മത്തിൻ്റെ ഒരു ജീവിതമായിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ ഗോസേവ അത്യന്താപേക്ഷിതമാണ്. പശുവിൻ പാല് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. ഈ പാക്കറ്റിൽ വരുന്ന സംഗതികളൊന്നും നമ്മൾ കൊടുക്കരുത്. അതുകൊണ്ടുള്ള നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആവും. അത് കഴിഞ്ഞ് അത് രോഗങ്ങൾക്ക് കാരണമാകും. അപ്പോൾ കുട്ടികൾക്ക് കുറഞ്ഞത് 6-7 വയസ്സ് വരെ നമ്മൾ മുലപ്പാൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന സമയത്ത് മുലപ്പാൽ തന്നെ കൊടുക്കണം. അത് കഴിഞ്ഞാൽ
പശുവിൻ്റെ പാല് അത് നമ്മുടെ നാടൻ പശുവിൻ്റെ പാലാണ് കൊടുക്കേണ്ടത്, മറ്റു പശുക്കളുടെ അല്ല. അതിന് ഞാൻ കാരണം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗോക്കളെക്കുറിച്ച് ഒരു ശാസ്ത്രീയമായിട്ടും അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് രീതിയിലും നിങ്ങളോട് എനിക്ക് സംവാദിക്കാൻ തോന്നിയത്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം നാരായണ.